ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റുകയാണ് നല്ലത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി 10 ഏലക്ക, 10 ഗ്രാമ്പു, ഒരു ജാതിപത്രി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 വലിയ കഷ്ണം പട്ട, ഒരു തക്കോലം, ജാതിക്കേൻ്റെ കുരു ഒരു ചെറിയ പീസ്, 2 ബേ ലീവ്സ് എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇനി എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സവാള പെട്ടെന്ന് സോട്ടായി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാടൊന്നും സോട്ടാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ നന്നായി ഒന്ന് വെന്തുടയണം. അതിന് വേണ്ടി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1.25 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തതാണ്. വലുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നന്നായി വഴന്ന് കിട്ടിയ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ബീൻസാണ്. ബീൻസ് കുറച്ച് വലുതായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ പരുവത്തിലാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ കോണാണ്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടു എന്നേ ഉള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചോപ്പ് ചെയ്തതാണിത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളുടെ റോസ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ
സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണിക്കുള്ള മസാലകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീവ്സ്, ഒരു തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ ജാതിപത്രി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. റൈസ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുന്നത് കാരണം അത് കുക്കാവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ കൈമ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്താൽ മതി. റൈസ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാകത്തെ കുക്കാണ്. അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മസാല ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം, അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം, വെജിറ്റബിൾസ് മസാലയെല്ലാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായി നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത് റോസ് വാട്ടറാണ്. 3 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് ഈ വെജിറ്റബിളിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കും നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ദമ്മിടുമ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് ഇതിൻ്റെ മുകളിലേക്കായി വിതറിയിട്ട് കൊടുക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസ് മിക്സ് ചെയ്യുമ്പോൾ ഉടയാതെ ശ്രദ്ധിക്കണം. ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് കോമ്പിനേഷനായി അച്ചാറ്, പപ്പടം, വെജിറ്റബിൾ സലാഡ് എന്നിവ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവർ പൊരിച്ചതും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ ബിരിയാണി തന്നെയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.